നല്ല പരിചയമുള്ള രണ്ട് പ്രതിഭകളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഒന്ന് ഡെന്നി തോമസ് വട്ടക്കുന്നേൽ. നമസ്കാരം സർ. നമസ്കാരം. മറ്റൊരാൾ റോബിൻ തിരുമല. നമസ്കാരം സർ. രണ്ടുപേരും രണ്ട് മേഖലയിൽ നിന്നുള്ള പ്രതിഭകളാണ്. ഡെന്നി തോമസ് സാറിന് മലയാളത്തിന് നല്ല പരിചയമുണ്ട്. എഴുത്തുകാരൻ എന്നതിലേറെ വിദ്യാഭ്യാസ സേവനത്തിൽ സാന്റാമോണിക്ക എന്ന സ്ഥാപനം, മലയാളത്തിൽ നിന്നൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത സ്ഥാപനമാണ്, അതിന്റെ ചെയർമാനാണ്. പത്രപ്രവർത്തനത്തിലാണെങ്കിൽ സ്ഥാപനങ്ങൾ തന്നെ, വലിയ സ്ഥാപനങ്ങളുടെ തന്നെ ചുക്കാൻ പിടിച്ച ഒരാളാണ്. സർവോപരി അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ള ഒരു യാത്രികനാണ്. 193 രാജ്യങ്ങളാണ് ലോകത്ത് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതുള്ളത്. അതിലേതാണ്ട് 100-110 രാജ്യങ്ങൾ ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞ ഒരാളാണ്. മഹായാത്രികനായ ഒരു മലയാളിയെ ഞങ്ങൾ ഒരിക്കൽ കൂടി നമിക്കുന്നു. റോബിൻ തിരുമല മലയാള സിനിമയിൽ 10-30 കൊല്ലമായി പല മേഖലകളിൽ സേവനം ചെയ്യുന്ന ഒരാളാണ്. ക്യാമറയ്ക്ക് പുറകിലാണ് എന്നേ ഉള്ളൂ. തിരക്കഥയായി, സംവിധാനമായി അദ്ദേഹത്തിൻ്റെതായ ധാരാളമുണ്ട്. ഒപ്പം അദ്ദേഹം മനുഷ്യ വിഭവശേഷിയെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രഭാഷകനും അത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരനുമാണ്. ABC-യുടെ സ്വന്തം വീട്ടുകാരനാണ്. രണ്ടുപേരും ഇന്ന് സംസാരിക്കുന്നത് ഒരു പൊതുവിഷയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഡെന്നി സാറ് യാത്ര ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ കൺസേൺ ആയി ഇപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനിസ്വേല. നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് എന്ന് മാത്രമല്ല, പോരാട്ടത്തിന്റെ ഒരു പ്രതീകമാണ് വെനിസ്വേല എന്നും. അതിജീവനത്തിന്റെ പോരാട്ടം. ഒരുപക്ഷെ ഏറ്റവും സമ്പന്നമായി ദൈവാനുഗ്രഹത്താൽ വലിയ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം, എണ്ണ പോലെ സമ്പന്നമായ ഒരു സ്വത്തുള്ള രാജ്യം, അത് ചരിത്രത്തിൽ എന്നും കൊള്ളയടിക്കപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത. എന്നിട്ട് അത് കണ്ടുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ സമ്പത്ത് കയ്യിലുള്ളപ്പോഴും പട്ടിണി കിടക്കുന്ന ഒരു ജനത കണ്ടു നിൽക്കേണ്ടി വരുന്ന, ആദ്യം കൊള്ളയടിച്ചിരുന്നത് പല രാജ്യങ്ങളായി മാറി മാറി കൊള്ളയടിക്കപ്പെട്ട ഒന്നാണ്. ഒടുവിൽ അമേരിക്കയുടെ പിടി വന്നപ്പോഴാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി കൊതറുന്നത് ഹ്യൂഗോ ഷാവേസ് ആണെന്ന് തോന്നുന്നു. അമേരിക്കക്കെതിരായി, അമേരിക്കൻ ഉപരോധത്തിനെതിരായി ആദ്യമായി പിടിച്ചു നിന്ന് ഈ ലാറ്റിൻ അമേരിക്കൻ ജനതയിൽ നിന്നൊരു പോരാട്ടത്തിന്റെ പ്രതീകമായി വന്ന ഹ്യൂഗോ ഷാവേസ്. ഇപ്പോൾ ഷാവേസിന്റെ കാലം അട്ടിമറിക്കപ്പെട്ടു, അതിവേഗത്തിൽ തീർന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന മോഡറസിന്റെ ഭരണവും ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. നമുക്കല്ല, തീർച്ചയായിട്ടും വെനിസ്വേലൻ ജനതയ്ക്ക്. വെനിസ്വേലയെ കുറിച്ചാണ്, വെനിസ്വേലയുടെ വർത്തമാനത്തെക്കുറിച്ചാണ്, വെനിസ്വേലയുടെ ആശങ്കകളെ കുറിച്ചാണ്, വെനിസ്വേലയുടെ ഭാവിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഏതാനും മിനിറ്റുകൾ സംസാരിക്കുന്നത്. ഡെന്നി തോമസ് സാർ തുടങ്ങി വെക്കട്ടെ. റോബിൻ സാറ് അതിനോട് ചേർന്ന് സംസാരിച്ചോളൂ. സാർ പറയൂ. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വെനിസ്വേലയാണ്. വെനിസ്വേല എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അസൂയയോടെ കാണുന്ന ഒരു സ്ഥലമാണ് GCC. കാരണം അവിടെ എണ്ണ സമ്പത്ത് കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ്. കാരണം സൗദി അറേബ്യ ആയാലും, ഖത്തർ ആയാലും, കുവൈറ്റ് ആയാലും, UAE ആയാലും, അല്ലെങ്കിൽ എല്ലാ GCC കൺട്രികളും എണ്ണയുടെ ഒരു സമ്പത്ത് കൊണ്ട് വളരെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയ ഒരു മേഖലയാണ്. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള വെനിസ്വേല ഇന്ന് പട്ടിണി എന്ന് പറയാൻ പറ്റത്തില്ല, അതിനേക്കാൾ ഭീകരമായ ദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ്. അതിനൊരു പ്രധാന കാരണം എന്താണെന്നുള്ളതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതാണ് എന്റെ വിശ്വാസം. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപിന് ഏറ്റവും എളുപ്പം പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കൺട്രിയായി മാറിയിരിക്കുകയാണ് വെനിസ്വേല. അമേരിക്കയോട് തൊട്ടടുത്താണ്, നമുക്കറിയാം. അമേരിക്കയുടെ വളരെ അടുത്താണ് വെനിസ്വേല എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയുടെ വടക്കേ അറ്റത്തുള്ള ഒരു ചെറിയ രാജ്യം, 3.5 കോടി ജനങ്ങളുള്ള ഒരു ചെറിയ രാജ്യമാണ്. പക്ഷെ അവിടുത്തെ എല്ലാ ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് അവിടെ എണ്ണ സമ്പത്താണ്. ഇപ്പൊ 2000-ന് ശേഷം അമേരിക്ക എണ്ണയ്ക്ക് സ്വയം പര്യാപ്തതയായി. കാരണം എണ്ണ ഇപ്പൊ അത്യാവശ്യം കയറ്റുമതി ചെയ്യാനുള്ള സ്ഥിതിയിലേക്ക് അമേരിക്ക വളർന്നു. അമേരിക്കയുടെ കണ്ണ് എപ്പോഴും എണ്ണയിലാണ്. കാരണം ഈ വ്യാപാരത്തിൽ ഇടപെടണം. ലോകത്തിലെ ഭീമന്മാരായ എണ്ണ കമ്പനികളെല്ലാം അമേരിക്കയിലാണ്. അപ്പൊ അവർക്ക് പങ്കാളിത്തം കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്കറിയാം, തെക്കേ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മയക്കുമരുന്നാണ്. കാരണം അവിടെ മയക്കുമരുന്ന് കാർട്ടലുകളുണ്ട്. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ മയക്കുമരുന്ന് കാർട്ടലുണ്ട് എന്ന് പറയപ്പെടുന്നത് മെക്സിക്കോയാണ്. പക്ഷെ മെക്സിക്കോയ്ക്ക് അദ്ദേഹം തിരിയുന്നില്ല. അപ്പൊ അവിടെ സിനലോവ കാർട്ടൽ ഏറ്റവും വലിയ പരിചിതമായ സംഭവമാണ്. ഗുസ്മാന്റെ, അദ്ദേഹത്തിന് അവിടെ എണ്ണയില്ല. അതുകൊണ്ടായിരിക്കും അവിടെ
ഇതേപോലെ ട്രൈ ചെയ്യാത്തത്. പക്ഷെ ഇതിനോട് വലിയ ഒരു താല്പര്യമാണ് അദ്ദേഹം കാണിക്കുന്നത്. അപ്പൊ അതിന് പല ന്യായീകരണമാണ്. ഇപ്പൊ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ തന്നെ 10-25 കപ്പലുകൾ അല്ലെങ്കിൽ ഷിപ്പുകളെല്ലാം വെടിവെച്ചിടുകയും അല്ലെങ്കിൽ അവിടുന്ന് ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തു. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉള്ള രാജ്യമാണ് എന്ന് പറഞ്ഞാൽ 6% ആ രാജ്യത്തിന്റെ മൈഗ്രേഷൻ നിരക്ക്. കാരണം അവിടുന്ന് ആൾക്കാർ മറ്റു രാജ്യത്തേക്ക്, ഇപ്പൊ നമുക്ക് ഒരിക്കൽ സിറിയയിലെ കലാപം ഉണ്ടായ സമയത്ത് ആൾക്കാർ ആ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പലായനം. ഇന്ന് അതുപോലെ ആൾക്കാർ പലായനം ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ ഇത്രയും സമ്പന്നമായ രാജ്യം, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയുടെ റിസോഴ്സ് ഉള്ള രാജ്യം, അതുപോലെ ഗോൾഡിന്റെ റിസോഴ്സസ് ഉണ്ട്, പിന്നെ അവിടെ കൃഷിയിലാണെങ്കിൽ പോലും കാപ്പിയും കൊക്കോയും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പൊ എല്ലാ രംഗത്തും വളരെ ലോകത്ത് മാതൃകാപരമായി വളരേണ്ട ഒരു വലിയ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നതിന് കാരണം എപ്പോഴും അമേരിക്ക പോലെയുള്ള സാമ്രാജ്യ ശക്തികളുടെ ഇടപെടലുകളാണ്. ഇപ്പൊ 98-ന് ശേഷം ഹ്യൂഗോ ഷവാസ് അവിടെ അധികാരത്തിൽ കയറി. അദ്ദേഹം അധികാരത്തിൽ കയറിയതോടെ അദ്ദേഹം അവിടുത്തെ ജനപ്രീതി നേടിയതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആണ്. കമ്മ്യൂണിസം അല്ല. പലരും പറയുന്ന അവിടെ കമ്മ്യൂണിസം ആണ്, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ആ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് നടത്തി അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ എണ്ണയാണ് അവിടുത്തെ പ്രധാന വരുമാനം എന്ന നിലയിൽ എണ്ണയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് സോഷ്യൽ വെൽഫെയർ പൊളിറ്റിക്സ് ചെയ്തു. അതായത് നമുക്കറിയാം, നമുക്കിവിടെ കോവിഡ് കാലത്ത് കിറ്റ് കിട്ടിയാൽ ഇത് എല്ലാ ആഴ്ചയിലും കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ മടിയന്മാരായി പോകും. അതുപോലെ അവിടെ ഈ ചെറിയ സ്റ്റോറുകൾ തുറന്ന് ഗവൺമെന്റ് ചെറിയ എമൗണ്ടിന് ഈ ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു. എണ്ണയ്ക്ക് പൈസ കുറച്ചു. കാരണം അവിടുത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പെട്രോളിനും ഡീസലിനും നിസാര പൈസ, എണ്ണപ്പാടങ്ങളൊക്കെ നാഷണലൈസ് ചെയ്തു. അതാണ് ചെയ്ത പണിയാണ്. അതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ വന്ന കാര്യം. കൂടുതൽ പരിവേഷണം നടന്നു. എന്നിട്ട് മുഴുവൻ നാഷണലൈസ് ചെയ്തു. അതായത് അമേരിക്കൻ കമ്പനികളെല്ലാം പറഞ്ഞു വിട്ടു. ഈ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ കിട്ടുന്ന എണ്ണ പുറത്തേക്ക് കയറ്റുമതി ചെയ്യിക്കുകയും അവിടെയുള്ള എണ്ണ സാധാരണക്കാരന് ചെറിയ, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കേരളത്തിൽ അല്ലെ 100 രൂപയ്ക്ക് മേലെ കൊടുക്കുന്ന പെട്രോളിന് 10-25 രൂപ ഇവിടെ ആകുന്നുള്ളൂ. ബാക്കി ടാക്സ് ആയിട്ട് വില കുറച്ചു. അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ചെലവില്ല. കാരണം ചെറിയ പൈസക്ക് പെട്രോൾ അടിക്കാം, ചെറിയ പൈസക്ക് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടും, ആവശ്യ വസ്തുക്കൾ കിട്ടും. ജീവിതത്തിന് വില പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ചെറിയ പൈസക്ക് അവിടെ യാത്ര ചെയ്യാൻ പറ്റി. അല്ല, ഞാൻ സാറിന്റെ അനുഭവത്തിന് ചോദിക്കാം. ഞാൻ ഈ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രം നോക്കുമ്പോൾ കൊളോണിയലിസം അമേരിക്കക്ക് പഠിപ്പിച്ചത് ചരിത്രത്തിൽ സ്പെയിനാണോ? ഈവൻ വെനിസുലയിലും അത് ബാധകമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതെ. അപ്പൊ തെക്കേ അമേരിക്കയിലെ ബ്രസീൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും സ്പെയിനിന്റെ കോളനിയായിരുന്നു. 1830 തോന്നുന്നു അല്ലേ അവർ സ്വാതന്ത്ര്യം ലഭിച്ചത് അല്ലേ? 1830. അതേപോലെ തന്നെ അമേരിക്കയുടെ ഇപ്പൊ അമേരിക്കൻ ഐക്യനാടുകളിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും സ്പെയിനിന്റെ കയ്യിലായിരുന്നു. പ്രത്യേകിച്ച് ഫ്ലോറിഡ ഒക്കെ നമുക്കറിയാം. എപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ സ്പാനിഷ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭാഷയുടെ. പിന്നെ ഈ അമേരിക്കൻ ഈ വേൾഡ് ലിറ്ററേച്ചർ, നമ്മൾ ഈ വിശ്വസാഹിത്യം എന്നൊക്കെ പറയുന്നതിന്റെ മേജർ പോർഷൻ സ്പാനിഷ് ആണ്. അത് നമ്മൾ അർജന്റീനയില് പിന്നെ അവിടുത്തെ പുസ്തകോത്സവം നോക്കിയാൽ മതി. കാരണം അവിടെ ലോകത്തെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നാണ് അർജന്റീനയിലെ പുസ്തകോത്സവം. അത് പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പാനിഷ് സാഹിത്യകാരൻ വരുന്നു, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിയപ്പെടുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന പുസ്തകോത്സവമാണ്. തെക്കേ അമേരിക്കയില് ബ്രസീൽ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. വെനിസുലയില് സാർ എത്ര വട്ടം പോയി? വെനിസുല ഞാൻ ഇത് പോയിട്ടില്ല, പോകാത്ത രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ കരാക്കസ് എന്ന് പറയുന്നത് ഏറ്റവും അസ്ഥിരതയുള്ളതും ക്യാപിറ്റൽ. ഈ അമേരിക്ക ഈ വെനിസുലയോട് കാണിക്കുന്നത് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളോട് കാണിച്ച് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ പരമദരിദ്രമായി നിലവിളിക്കുന്ന ഒരു രാജ്യത്തോട് അമേരിക്ക ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഭാസത്തെ കുറിച്ച് എന്താണ്? പക്ഷെ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ഒരു കാര്യം സംസാരിച്ചിരുന്നു. ഇതൊരു ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നിന്ന് തോന്നാനും പറയാനും ഒരു കാരണം എന്താ വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിജയാഘോഷങ്ങൾ, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു ഏജൻസി പുറത്തുവിട്ടു അതിന് പിന്നിലുള്ള കൈക്കൂലി വാങ്ങിയിട്ട്, അതായത് കിമ്പളം എന്ന് വെച്ചാൽ സമ്മാനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പൊ സമ്മാനങ്ങൾ വാങ്ങിച്ചതിന് അതിന് പണം കൊടുത്തുകൊണ്ട് ആഘോഷങ്ങൾക്ക് ചെലവഴിക്കാനുള്ള പണം കൊടുത്തതിന് പ്രത്യുപകാരമായി ഒരു അമേരിക്കൻ പെട്രോളിയം കമ്പനിക്ക് ചെയ്തു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അലാസ്കയിൽ പര്യവേഷണത്തിന് കൂടുതൽ സ്ഥലം അനുവദിച്ചു. ഒപ്പം നിരോധിച്ചിരുന്ന വെനിസുലയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ നിരോധിച്ചിരുന്ന ആ നിരോധനം ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോൾ എവിടെയാണ് അന്തർധാര നിൽക്കുന്നത്?
ഈ അമേരിക്ക ലോകരാജ്യങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി എല്ലാ കാലത്തും ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ്. അറബ് രാജ്യങ്ങളോട് പ്രയോഗിക്കുന്നത് ഇസ്ലാമോഫോബിയയാണ്, ടെററിസമാണ്, ലോക ടെററിസ്റ്റ് ഭീകരതയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയോട് എപ്പോഴും പ്രയോഗിക്കുന്നത് അമേരിക്കയുടെ സമാധാനം കെടുത്തുന്ന ഈ മയക്കുമരുന്ന് മെക്സിക്കോ വഴി അമേരിക്കയ്ക്ക് കയറ്റിയിട്ട് അമേരിക്കക്കാരെ മുഴുവൻ മയക്കുന്നു, അല്ലെങ്കിൽ അവരെ തകർക്കുന്നു, അവരെ ലൈഫിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിന്റെ കാലത്ത് അതിനു മുമ്പും തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിയാണോ? വെനിസുലയുടെ കാര്യത്തിൽ ഇത് ശരിയാണോ? അല്ല, ഒരു പരിധിവരെ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഈ ഡ്രഗ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോ കൊളംബിയയിലെ നമ്മൾ പണ്ട് എസ്കോബാറിന്റെ കാലം തൊട്ട് നമ്മളിത് കേൾക്കുന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതും അതിന്റെ ഒരു മാഫിയ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പം ഇക്കഡോർ പോലെയുള്ള രാജ്യങ്ങളിൽ അത് ധാരാളമായിട്ട് സബ്മറൈൻ ഉപയോഗിച്ചിട്ടാണ് അവര് അത് സ്വന്തമായി അത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഘടകമാണ്. പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് അമേരിക്ക എല്ലാ കാലത്തും ഉണ്ട്. അമേരിക്ക അതിന് ശക്തവുമാണ്. അമേരിക്കയുടെ ഇന്റലിജൻസും അമേരിക്കയുടെ മിലിറ്ററിയും എല്ലാം ആ കാര്യത്തിൽ വളരെയധികം ശക്തമാണ്. പക്ഷെ അമേരിക്കയുടെ പ്രശ്നം അതൊന്നുമല്ല. അമേരിക്കയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂഗോ ഷവാസിന്റെ കാലത്ത് അദ്ദേഹം സോഷ്യൽ വെൽഫെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ മടിയന്മാരാക്കി കളഞ്ഞു. അതായത് അവര് തൊഴിലെടുക്കുന്നില്ല. കാരണം അവർക്ക് സൗജന്യം എല്ലാം സൗജന്യമായി കിട്ടുന്നതോടെ അവിടുത്തെ കൃഷി നശിച്ചു. അവിടുത്തെ ടാക്സ്, അതായത് ആൾക്കാർ സാധനം വില കൊടുത്ത് വാങ്ങിയാലേ ടാക്സ് പേ ചെയ്യുള്ളൂ. അപ്പൊ ടാക്സ് ഗവൺമെന്റ് വരുമാനം കുറഞ്ഞു. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമായി സ്വകാര്യ മേഖല വർക്ക് ചെയ്യാതായി, കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാതായി. അപ്പൊ അത് ഒരു വലിയ ഘടകമായിരുന്നു. പക്ഷേ ഈ മഡൂറോ അധികാരത്തിലേറുന്നത് 2013 ഹ്യൂഗോ ഷവാസിനെ കുറിച്ച് അദ്ദേഹം ധീരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് അമേരിക്ക, അതായത് ഈ റഷ്യ അമേരിക്ക ശാക്തിയെ ചേരി അവസാനിച്ച് അമേരിക്ക മാത്രം ഏകാധിപതിയായിട്ടാണ് 90-കൾക്ക് ശേഷം ലോകത്തുണ്ടായിരുന്നത്. അന്ന് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു രാജ്യമായി ഹ്യൂഗോ ഷവാസ് മാറി. കാരണം അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരടായിരുന്നു ഹ്യൂഗോ. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ ശബ്ദമായിരുന്നു ലോകത്തിന്റെ. അപ്പൊ അത്രയും എന്നാൽ ജനങ്ങളുടെ അടുത്ത് അത്രയും പിന്തുണയുണ്ട്. 2002 അദ്ദേഹത്തെ പുറത്താക്കി അമേരിക്കൻ കമ്പനികളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ധീരമായ സ്റ്റെപ്പാണ്. മാത്രമല്ല 2002 അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അത് കത്തോലിക്ക സഭ വരെ അദ്ദേഹത്തെ തിരിച്ചു വരുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഒരു കത്തോലിക്ക രാജ്യമാണ്. അപ്പം അവര് വരെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്നു. 2013 ക്യാൻസർ വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അത് തന്നെ ആൾക്കാർ പല രീതിയിൽ പറയുന്നത് അമേരിക്ക അത് പ്രത്യേക രീതിയിൽ വേറെ എവിടെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരു വലിയ രസകരമായ കാര്യമുണ്ടായി. അന്ന് ഫിഡിൽ കാസ്ട്രോ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് എണ്ണയില്ല, ഞങ്ങൾ എല്ലായിടത്തും ഉപരോധമാണ്, ഞങ്ങൾക്ക് എണ്ണയില്ല, നിങ്ങൾ കുറച്ച് എണ്ണ തരിക. അപ്പം ഹ്യൂഗോ ഷവാസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എണ്ണയുണ്ട്, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, പകരം നിങ്ങൾ ഞങ്ങൾക്ക് നല്ല അധ്യാപകരെ തന്നാൽ മതി. അപ്പം നല്ല പോളിസിയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റമാണ് അവർ ചെയ്തത്. കാരണം അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുക്കളുമായിരുന്നല്ലോ ക്യൂബയും. അപ്പൊ അത് ലോകത്തിന്റെ ഒരു പ്രതിപക്ഷ ശബ്ദമായി മാറിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ മഡൂറോ വന്നതോടെ ഇതെല്ലാം മാറി. കാരണം അവിടെ 2014 ലോക എണ്ണ വിപണിയിൽ വിലയിൽ ചാഞ്ചാട്ടം വന്നു. വില താഴോട്ട് പോയി. $100 എന്നുള്ളത് നേരെ താഴേക്ക് പോയി. അത് എണ്ണ, അതായത് കയറ്റുമതിയിൽ 98% വരുമാനം ഉണ്ടായിരുന്ന ഈ വെനസ്വേല എണ്ണയിലായിരുന്നു. അത് മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ദാരിദ്ര്യം വന്നു. ദാരിദ്ര്യം വന്നെങ്കിലും അവിടുത്തെ മധ്യവർഗവും സാധാരണക്കാരും എപ്പോഴും ആ ഗവൺമെന്റിന്റെ കൂടെ അന്നും ഇന്നും. ഇന്ന് അമേരിക്ക കയറി ഒരു അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക വളരെ നിസ്സാരമാണ് അവിടുത്തെ. പക്ഷെ ചെയ്യാത്തതിന് കാരണം ഒരു വിയറ്റ്നാം ആവർത്തിക്കുക എന്ന് പേടിച്ചു. കാരണം അവിടുത്തെ മനുഷ്യർ ചെറുത്തുനിൽപ്പിന് ശക്തിയുണ്ട്. ചെറുത്തുനിൽപ്പാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിരോധം. കാരണം അതിനെ ഒരു സൈനിക ശക്തി വെച്ച ഈ മഡൂറോയുടെ 2 ഘടകങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. മഡൂറോ ഷാവേസിന്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത്? അതിന്റെ ഒരു പ്രശ്നം കൂടിയില്ല. അതായത് മഡൂറോ ഒരു വലതുപക്ഷ നയം മഡൂറോ ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സാമ്പത്തിക നയം, പ്രത്യേകിച്ച് അയാൾ എക്കണോമിക്സിൽ കാണിച്ച പല തകരാറുകളാണ് ഇത്രയും വലിയ പെട്ടെന്ന് ഒരു ദുരിതത്തിലേക്ക്. അവിടെ ഇപ്പൊ 1 കിലോ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പത്രത്തിൽ വാർത്ത വന്നാണ്, 1 കിലോ കോഴിയിറച്ചി വാങ്ങിയെങ്കിൽ 1,46,00,000 ലക്ഷം ബൊളീവിയൻ കറൻസി വേണം. അതായത് വാഹനങ്ങളെ കയറ്റി ലോറിക്ക് കൊണ്ടായാലും ഒരു സാധനം വാങ്ങാൻ പറ്റും. രണ്ടാമത്തെ കാരണം ഇതിന് സമാന്തരമായിട്ട് തന്നെ ഷാവേസ് കാസ്ട്രോ ഷാവേസ് ഒരു ഭായി ആയിട്ട് അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തെ നയിച്ചിരുന്നൊരു കാലം ഉണ്ടല്ലോ. അപ്പൊ ഏതാണ്ട് ഷാവേസിന്റെ കാലത്തോടു കൂടി തന്നെ 2 രാജ്യങ്ങൾ ഒരുമിച്ച് തകർത്തു അമേരിക്ക. ഈ വെനിസുലയെ തകർത്തു എന്ന് മാത്രമല്ല,
ക്യൂബയെയും തകർത്തു. അപ്പോ ക്യൂബ തകർന്നതും ഇപ്പോഴത്തെ അവരുടെ ദാരിദ്ര്യത്തിന് ഒരു കാരണമായിട്ടുണ്ടോ? ക്യൂബ തകർന്ന ഒരു വലിയ കാരണമാണ്. രണ്ടാമത്തെ എണ്ണയുടെ വില തകർച്ച. പിന്നെ അമേരിക്ക നടത്തിയ ഉപരോധം. അമേരിക്കയുടെ ഉപരോധം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കാണുന്ന പോലെ അത്ര നിസ്സാര സംഭവമല്ല. കാരണം നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യയെ നാളെ അമേരിക്ക ഉപരോധിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. കാരണം ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ പോലും നടക്കാതെ, കാരണം എല്ലാം അമേരിക്കൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ എപ്പോഴാണ് റുപ്പേ ഉപയോഗിച്ച് തുടങ്ങിയത്. അതിനു മുമ്പ് മാസ്റ്റർ കാർഡും വിസയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഈ മൈക്രോസോഫ്റ്റ്, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പൊ ആദ്യം അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ അല്ല ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിരോധിക്കും. അപ്പൊ വെനസ്വേലയിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ അവരുടെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന കമ്പനികളുണ്ടല്ലോ, അമേരിക്കയിൽ കച്ചവടം നടത്തുന്ന കമ്പനികളുടെ കച്ചവടം എല്ലാം അവർ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഉദാഹരണം സാംസങ് അല്ലെങ്കിൽ LG അങ്ങനെയുള്ള കമ്പനി, അപ്പൊ ആൻഡ്രോയിഡ്. അപ്പൊ ഇതൊന്നും നമുക്ക് വെനസ്വേലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ അവിടുത്തെ ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഓയിൽ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയിൽ നിന്ന് കപ്പലുകളിൽ നിന്ന് ആരും എണ്ണ എടുക്കുന്നില്ല. ഇപ്പൊ വെനസ്വേലയെ സഹായിക്കുന്ന 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ട്: റഷ്യ, ചൈന, പിന്നെ ഉള്ള ഇറാൻ. അപ്പൊ ഇറാനാണ് അവരെ തന്ത്രപരമായി സഹായിക്കുന്നത്. ഇറാന് ഈ പ്രോക്സി കപ്പലുകളുണ്ട്. ഈ പ്രോക്സി കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ കപ്പൽ ഇറാന്റെ പതാക, അത് കഴിഞ്ഞാൽ അവർ പതാക മാറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് കടലിൽ വെച്ചിട്ട് ഈ ടാങ്കറുകൾ കൈമാറും. ഇസ്ലാമിക വിപ്ലവത്തിന്റെ തട്ടിപ്പ് എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? ഇങ്ങനെ വേഷം മാറുന്ന കപ്പലുകൾ. അപ്പൊ അങ്ങനെ അവിടുന്ന് വന്നിട്ട് പിന്നെ കണ്ടം ചെയ്യാൻ കൊണ്ടുവന്ന് വരുന്ന കപ്പലുകൾ റഷ്യ ആ ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് അത് എണ്ണ കൈമാറിയിട്ട് ഇറാന്റെ ക്രൂഡും കൂടെ ആയിട്ട് മിക്സ് ചെയ്യും, അല്ലെങ്കിൽ വെനസ്വേലയുടെ ക്രൂഡാന്ന് തിരിച്ചറിയും. അപ്പൊ അത് ഒഴിവാക്കി അങ്ങനെ ഇറാന്റെ ഒരു സഹായത്തിലാണ് അവർ അല്പമെങ്കിലും പിടിച്ചെടുക്കപ്പെടുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ വേറൊരു വലിയ നീക്കം കൂടെ നടത്തിയിട്ടുണ്ട്. യുദ്ധമല്ല അയാളുടെ ട്രംപിന്റെ മുഖ്യ ലക്ഷ്യം എന്നുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യം. അതായത് വെനസ്വേലൻ കടലിലെടുക്കുക, അല്ലെ കടലിൽ പ്രകൃതിവാതകത്തിന്റെ ഗവേഷണം ആരംഭിക്കാൻ കരീബിയൻ തീരത്ത്. 1. 2, അതിനടുത്ത് കിടക്കുന്ന രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ആ രാജ്യത്തോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോണം, അമേരിക്ക സപ്പോർട്ട് ചെയ്യാൻ, ഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്ന അവിടുത്തെ എണ്ണ പ്രകൃതി വാതകങ്ങളും അവിടുത്തെ റിസോഴ്സും മാത്രം, അല്ലാതെ അവിടുത്തെ കാർട്ടലിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ ഇതാണ്. ഇപ്പൊ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഭീഷണി വരുന്ന കാലത്ത്, അപ്പൊ നമുക്കറിയാം 1989 ആണെന്ന് തോന്നുന്നു പനാമയില് അമേരിക്കൻ നടപടി ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ പ്രസിഡന്റ് നെറിയാഗോനെ അവർ പിടിച്ചോട്ട് പോയി. കാരണം അദ്ദേഹം തന്നെയായിരുന്നു ഡ്രഗ് കാർട്ടലിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അന്ന് നെറിയാഗോനെ കൊണ്ടുപോയതുപോലെ ഇന്ന് വെനസ്വേലയിൽ $437 കോടി തലയ്ക്ക് വിലയിട്ട ആളാണ് മഡൂറോ. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം നോക്കുന്നത്. അവർ നോക്കുന്നതിന് ലക്ഷ്യം ഇതേ ഉള്ളൂ, ഡ്രഗ് ആയിരുന്നെങ്കിൽ അവർ പണ്ടേ ഇതിനൊക്കെയുള്ള പ്രതിവിധികളാണ്. ഡ്രഗ് അല്ല അവിടുത്തെ പ്രശ്നം, അവിടുത്തെ പ്രധാന പ്രശ്നം അവിടുത്തെ റിസോഴ്സാണ്. അല്ലെങ്കിൽ വേറെ എത്രയോ രാജ്യങ്ങൾ. ഇപ്പൊ ഇക്കഡോറിലാണ് ഏറ്റവും കൂടുതൽ, ഇപ്പം മെക്സിക്കോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് കാർട്ടൽ വർക്ക് ചെയ്യുന്നു, അതിന്റെ മാഫിയകൾ സജീവമാകും. അതുപോലെ തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തന്നെ തെളിവുകളുണ്ട്. അവിടുത്തെ ക്രിമിനൽ സംഘങ്ങൾ, കരാക്കസ് എന്ന് പറയുന്നത് വളരെ, അതായത് ഹ്യൂഗോ ഷാവാസിന്റെ കാലത്ത് അത്യാധുനികമായി പടുത്തുയർത്തിയ ഒരു നഗരമാണ്. ആ നഗരത്തെ ഇപ്പം ഈ ഇവിടുത്തെ ചാനലുകൾ, പാശ്ചാത്യ ചാനലുകൾക്ക് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജയിലെ കാണിക്കുന്നത്, അവിടെ നഗരത്തിന്റെ ദൃശ്യം വളരെ പ്രശസ്തമാണ്. കാരക്കാസ് ജയിലുകൾ കഥകളും ഒക്കെ വളരെ പ്രശസ്തമാണ്. അപ്പൊ അതേ കാണിക്കുന്നുള്ളൂ, അല്ലാതെ അവിടുത്തെ നഗരത്തിന്റെ അമേരിക്കൻ സിനിമകളില് ഒക്കെ ഇതിനെ വില്ലത്തരമായി കാണിക്കുന്നുണ്ട്. അതിന് രസകരമായ ഒരു കാര്യമുണ്ട്. ടവർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു വലിയ ടവർ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വലിയൊരു ഗംഭീരമായ കെട്ടിടമാണ്. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അന്നേരത്തേക്ക് അയാൾ ബാങ്ക്രപ്റ്റ് ആയി പോയി കാരക്കസിൽ. അപ്പൊ അതിലിപ്പോ സ്ലമ്മാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അന്ന് അവിടെ കറണ്ട് ഇല്ല, വേറൊന്നുമില്ല. പക്ഷെ ഓരോ നിലയിൽ ഇങ്ങനെ കയറിയിട്ട് ചെറിയൊരു കുടില് പോലെ കെട്ടിവെച്ച ആൾക്കാർ അതിന്റെ താമസിക്കുകയാണ്. അത് പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കും. പക്ഷെ കരാക്കസിന്റെ ഭംഗി അവിടെ ആരെയും കാണിക്കുന്നില്ല, കരാക്കസിലെ ജീവിതം അവിടെ കാണിക്കുന്നില്ല. അപ്പൊ അവരുടെ എല്ലാ പ്രശ്നം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം പിന്നെ അവിടെയാണ്, ഏഞ്ചൽ ഫാൾസ്. അപ്പൊ അത് കരാക്കസിന്റെയോ അല്ലെങ്കിൽ പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഗ്രാമങ്ങളെല്ലാം വൈദ്യുതി ഇല്ല, പട്ടിണിയാണ്, അടിസ്ഥാന സ്രോതസ്സുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത് അവിടെ വരുമാനമില്ല. ഇപ്പൊ അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു ചിത്രമുണ്ട്. അതായത് പോയിക്കൊണ്ടിരുന്ന ഒരു പശുവിനെ ആൾക്കാർ വട്ടം കൂടി ഒന്ന് പിടിച്ച് അതിനെ അന്നേരം തന്നെ കൊന്ന് പച്ച ഇറച്ചി ഭക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്.
അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം ഉണ്ടാവും. പക്ഷെ ഈ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം ഉണ്ടെങ്കിൽ പോലും എപ്പോഴും മഡൂറോയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ജനവിഭാഗം അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ട്രംപ് അവിടെ. കാരണം അവിടുത്തെ സമ്പന്ന വർഗം മുഴുവൻ അമേരിക്കയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി. ഇപ്പൊ സാധാരണ ആൾക്കാർ, അതായത് കർഷകരും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മാത്രമാണ് അവിടെ ഇപ്പം ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം. കാരണം അദ്ദേഹം ഒരു ബസ് ഡ്രൈവറായിരുന്നു മഡൂറോ. അപ്പൊ അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അയാൾക്ക് പിന്തുണയുണ്ട് അവിടുത്തെ. പല പ്രാവശ്യം ഇലക്ഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ അട്ടിമറിയാണെന്ന് ഗവൺമെന്റ് പലതും പറഞ്ഞു. ഇടക്കാലത്ത് ജുവാൻ എന്ന് പറയുന്ന ആള് അവിടുത്തെ പ്രതിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ പ്രസിഡന്റ് ആയിട്ട് അമേരിക്ക അംഗീകരിച്ചു. അമേരിക്ക അംഗീകരിച്ചിട്ട് 32 രാജ്യങ്ങളിൽ അദ്ദേഹം എംബസിയെ സ്ഥാപിച്ചു. അപ്പോ അവര് പറഞ്ഞപ്പോ ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിയത് പോർച്ചുഗലിലും ബ്രിട്ടനിലും ഒക്കെയാണ്. അവരുടെ സോവറിൻ ഗോൾഡ് അടക്കം പല കാര്യങ്ങളും അതെല്ലാം മരവിപ്പിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മഡൂറയല്ല പ്രസിഡന്റ്, ജുവാനാണ് പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആണെങ്കിൽ ഞങ്ങൾ കൊടുക്കാം. ഈ എമ്മാതിരി ജനാധിപത്യത്തിന് മേൽ നടത്തുന്ന വലിയ അട്ടിമറിയല്ലേ. ഒരു രാജ്യത്തെ ജനം തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാ. അത് ഒരു അമേരിക്കയല്ല, അമേരിക്കയുടെ സിംഗിടികളായ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തെരഞ്ഞെടുത്തിട്ട് ഇവര് വെനിസുലയെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പ്രതിപക്ഷ നേതാവാകാൻ മാത്രം യോഗ്യതയുള്ള ജുവാനെ ഇവർ ഭരണാധികാരിയാക്കും. എന്നിട്ട് ആ ജുവാന്റെ ഭരണകൂടത്തിന് എംബസികൾ സ്ഥാപിക്കുക. എന്നിട്ട് അതിന് മാഷ അതിന് ചെല്ലപ്പേരിട്ട് കൊടുത്തിരിക്കുന്ന പേരെന്താണ് ലോകത്തിന്റെ മുന്നില്? ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ്, തകർച്ചയുടെ രാഷ്ട്രം എന്ന്. സാർ പറഞ്ഞ അതായത് എപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം നോബൽ സമ്മാനം പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കുകയില്ലെന്ന്. ശരിക്കും ട്രംപിന് തന്നെയാണ് നോബൽ സമ്മാനം കാരണം ട്രംപിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന മരിയ മച്ചാടെയാണ് അത് അവർക്ക് കൊടുത്തത്. അത് അവരെ പ്രതിപക്ഷ ശബ്ദമാണ്. ട്രംപിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളാണ്. കാരണം ഉണ്ടായിരുന്ന കാലങ്ങളിൽ മുഴുവനും പാലസ്തീനെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച രാജ്യമാണ് വെനസ്വേല. വെനസ്വേലയിൽ പാലസ്തീന് വേണ്ടി എംബസി സ്റ്റാർട്ട് ചെയ്തു, പാലസ്തീനുമായി നയതന്ത്രബന്ധം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു വെനസ്വേല. അപ്പൊ ആ രാജ്യത്ത് ഇത്രയും പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത അവർക്ക് പകരം മച്ചാഡോ പറയുന്നത്, ഞാൻ അധികാരത്തിൽ വന്ന ആദ്യം ചെയ്യുന്നത് ഇസ്രയേലുമായിട്ട് നയതന്ത്രബന്ധം ജെറുസലേമിൽ വെനസ്വേലയുടെ എംബസി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവര് അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടുകൊണ്ടാണ് അവർക്ക് സമാധാനത്തിലെ അമേരിക്കൻ ഏജന്റാണ് അവര് എല്ലാ അർത്ഥത്തിലും. അവരുടെ അമേരിക്കയുടെ സഹായത്തോടുകൂടിയാണ് ഒരു കാര്യം കൂടി അതിന്റെ വാസ്തവമാണ് കേട്ടോ സാർ. ഈ വെനിസുലൻ ജനത അവരെ വെറുതെ വിട്ടതും അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ്. പലപ്പോഴും ജീവൻ രക്ഷപ്പെടുത്തിയത് നമ്മളിവിടെ അധികം ചർച്ച ആയിട്ടില്ല സത്യത്തില്. ഓക്കെ, അല്ല നോബൽ പ്രൈസിന് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ആ പൊളിറ്റിക്സ് നമ്മുടെ മലയാള മീഡിയയിലൊന്നും കാര്യമായി ചർച്ച വന്നിട്ടില്ല. ട്രംപിന്റെ ഏജന്റ് ആണ് അവർ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ എന്തായാലും അവർക്ക് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ അത് ഞാൻ ട്രംപിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ട്രംപ് അത് ഒരു ആംഗിളിനെ പോലെ ഏറ്റെടുക്കുകയും ചെയ്തു. അവള് പറയുന്നു എനിക്ക് തരാമെന്ന്, ഞാൻ വാങ്ങണമെന്നുള്ളതാണ്. ഇതെല്ലാത്തിനും പിന്നിൽ നിൽക്കുന്നത് അമേരിക്കയുടെ സാമ്രാജ്യ താല്പര്യമല്ലാതെ, അതിന് സാമ്രാജ്യ താല്പര്യം ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പണ്ട് പറയുന്ന വേടാണ്. ഇന്ന് കച്ചവടമാണ്. കൃത്യമായി അമേരിക്ക സാമ്പത്തിക മേധാവിത്വം ലോകത്തുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ട്രംപിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഓരോ, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എണ്ണയാണ്. ഇന്നിപ്പോ കൊള്ളയടിക്കാൻ സാമ്രാജ്യം വേണ്ട സാർ. സാമ്രാജ്യമാണെങ്കിൽ ബ്രിട്ടീഷ് യൂണിയൻ ജാക്കിന്റെ കൊടിയുമായിട്ട് വന്ന് പട്ടാളത്തെ കൊണ്ടുവന്ന് ഇവിടെ റിക്രൂട്ട് ചെയ്ത് ഭരിക്കണം, അഡ്മിനിസ്ട്രേഷൻ വേണം, അതൊന്നും വേണ്ടല്ലോ. പോയി നേരിട്ട് വിഭവങ്ങൾ കൊള്ളയടിക്കാം. ഇന്നിപ്പോ ടെക്നോളജി ഉണ്ടല്ലോ, എല്ലാം അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക വിചാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, വെനസ്വേലയെ പാട്ടിലാക്കുക. അമേരിക്കയുടെ ഒരു പാവ ഗവൺമെന്റിനെ വെനസ്വേലയിൽ സൃഷ്ടിച്ച് അവര് മുഖേന ഭരണം നടത്തുക. കാരണം അവിടുത്തെ മുഴുവൻ കൊള്ളയടിക്കുക. നമ്മൾ ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടാണ്, യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ റിസോഴ്സ് മുഴുവൻ അമേരിക്ക കൊണ്ടുപോകും. ഇതുപോലെ തന്നെ വെനസ്വേലയിൽ യുദ്ധം ഉണ്ടായാൽ അവിടുത്തെ റിസോഴ്സ് മുഴുവൻ സമ്പന്നമായ രാജ്യം, മനുഷ്യാവകാശ വിധ്വംസ പ്രവർത്തനങ്ങൾ, ദാരിദ്ര്യം, അല്ലെ? ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഒബ്സർവർ എന്ന നിലക്ക് ഇങ്ങനെ പോയാൽ എന്താണ് വെനിസുലയുടെ ഭാവി? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ഇത്ര പറയാനുള്ളൂ. അതായത് അമേരിക്ക ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. വിയറ്റ്നാം പോലെയുള്ള ചെറിയ രാജ്യത്ത് നിന്ന് അവർ പഠിച്ച പാഠം അതെന്താണെന്ന് അമേരിക്ക മനസ്സിലാക്കിയാൽ വെനിസുലയുടെ നേരെ കൈയൊങ്ങില്ല. കാരണം ഇന്നത്തെ സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോ ഒന്നുമല്ല ഒരു രാജ്യത്ത് നിലനിർത്തുന്നത്. ജനങ്ങളുടെ പ്രതിരോധം, ജനങ്ങളുടെ ഐക്യം, അവർക്ക് പോരാടാനുള്ള ആത്മധൈര്യം, ഇതാണ് ഒരു രാജ്യത്തെ നിലനിർത്തുന്നത്. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന എന്ത് നടപടികൾ ഉണ്ടായാലും അതിനെ തോൽപ്പിക്കാൻ ഒരു ട്രംപല്ല, ഒരു ലോകത്തിലെ ഒരു രാജ്യത്തിനും പറ്റത്തില്ല എന്നുള്ളതാണ്. ആ പാഠം ട്രംപ് പഠിക്കുന്നു അല്ല തോന്നില്ല. എനിക്കത് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോ ഈ അടുത്ത ദിവസം വായിച്ച ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാഠമുണ്ട്, ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. ബ്രിട്ടനിലെ
രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തില് ജർമ്മനിയുടെ ഒരു വലിയ ബോംബിംഗ്, മാരകമായ ബോംബിംഗ് അറ്റാക്കിന് തോൽവിക്ക് മുമ്പുള്ള ആ അറ്റാക്കിൽ ബ്രിട്ടീഷ് ജനത അതിനോട് പ്രതികരിച്ചത് മനസ്സുകൊണ്ടാണ് അത്രേ. മനസ്സുകൊണ്ട് പ്രതികരിച്ചെന്നാ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാ. ബോംബുകൾ ഇങ്ങനെ വർഷിച്ചിങ്ങനെ വീഴുമ്പോൾ, ഗ്ലാസുകൾ ഇങ്ങനെ തകരുമ്പോൾ കോഫി ഉണ്ടാക്കുന്ന വീട്ടമ്മയാണ് അമേരിക്കൻ പത്രപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തത്. ആ അവസ്ഥയിലേക്ക് ആ പ്രതിരോധമല്ല ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ പ്രതിരോധം എന്ന് പറയുന്നത്. അതിശക്തമാണ്. മറ്റേ മണ്ണിൽ നിന്ന് കിട്ടിയ, കംബോഡിയയിൽ നിന്ന് മറ്റിടന്ന് കിട്ടിയ ആ പാടമുണ്ടല്ലോ, ആ പാടം വിയറ്റ്നാമിൽ നിന്നൊക്കെ കിട്ടിയ ആ പാടം ഇവിടെ ആവർത്തിക്കപ്പെടും. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുക, അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. ഇന്നല്ലെങ്കിൽ നാളെ വെനിസ്വേലയ്ക്ക് ഈ സമരനിർഭരമായ ഒരു കാലത്തിന്റെ തീർച്ചയായിട്ടും സ്വന്തം വിഭവങ്ങൾ സ്വന്തമായി തീരുന്ന ഒരു കാലത്തിന് ഷാവസിനെ പോലുള്ള ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇപ്പോ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.